സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൊക്കോ കൃഷിയാണ്, കൊക്കോ ഉണ്ടാക്കി കിടക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ല, ഇത് മുഴുവൻ നമ്മളിപ്പം ബഡിംഗ് ഒക്കെയാണ്. ഇതെല്ലാം കായ ഏകദേശമൊക്കെ പരുവായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മഴക്കാലമായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഇടക്കമ്പുകളൊക്കെ മുറിച്ച് ബ്രൂൺ ചെയ്ത് അത്യാവശ്യം കൊടുക്കേണ്ടതാണ്. ഇതുണ്ടല്ലേ, നമ്മളിപ്പം ഒരു കൊക്കോ ഏകദേശം ഇപ്പോൾ ഇതിപ്പോൾ ഒരു 1.5 വർഷമായ കൊക്കോ തൈയാണ്. അതിലുണ്ടായിരിക്കുന്ന കൊക്കോ എല്ലാം നമ്മളിപ്പം കാണിച്ചു തരാം. ഏകദേശം നമ്മൾ ഏകദേശം ഒരു 6 മാസം മുമ്പൊന്ന് ബ്രൂൺ ചെയ്തതാണ്. അപ്പോഴത്തേക്കും അതിലൊരു കായ്ഫലം എല്ലാം പറിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ബ്രൂൺ ചെയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത സീസണിൽ കൊക്കോ എല്ലാം പഴുത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ രീതിയിൽ ഈ മഴ പെയ്യുന്നതുകൊണ്ട് ഈ ഇടയ്ക്ക് ചൂട് കൂടുതൽ കൊണ്ട് ഇത് ചെറിയ പരുവത്തിൽ പഴുത്തു പോകുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു പഴുത്ത കൊക്കോയാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു കൊക്കോക്ക പറിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു കൊക്കോയ്ക്ക് വില ഏകദേശമൊക്കെ ഇപ്പോൾ മാർക്കറ്റ് വില ഒരു 100-105 ഉണ്ട് പച്ചയ്ക്ക്. ഇതാണ് ഏകദേശം നമ്മളിപ്പോൾ ആ പരുവത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഇടക്കമ്പുകളൊക്കെ നല്ലപോലെ മുറിച്ച് മാറ്റണം. എങ്കിൽ മാത്രമേ നല്ലപോലെ ഇത് തടിയിലാണ് കഴിക്കുന്നത്. തടിയിൽ നല്ലപോലെ വെട്ടം കിട്ടുന്ന രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കമ്പുകളും താഴ്ചയിലെല്ലാം പിന്നെ അടിയിൽ കൊണ്ടച്ചവറും സ്ലറിയും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് കാർഡ് എന്നതിൻ്റെ കിളിപ്പൊടിച്ച് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ചവറ് നല്ലപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു വളമാണ് ഇതിന് ലഭിക്കുന്നത്. ഇതുപോലെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ഒരു 2 മാസം മുമ്പ് ഇട്ട് കൊടുത്താണ്. അതെല്ലാം നല്ലപോലെ മണ്ണിൽ അലിഞ്ഞ് ചേർന്നിരിക്കുകയാണ്. പിന്നെ ചെറിയ ക്ലിപ്പുകളൊക്കെ നല്ലപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പഴുത്ത് വെക്കുക ഉണ്ടെങ്കിൽ തന്നെ അന്നേരം തന്നെ അപ്പോൾ ഈ ഏകദേശം ഒരു മഞ്ഞ കളർ ആകുമ്പോഴത്തേക്കും പറിച്ച് മാറ്റിയിരിക്കണം. അല്ലെങ്കിൽ അണ്ണാനൊക്കെ പെട്ടെന്ന് തിന്ന് വയ്ക്കും. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം വളർന്ന് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ലപോലെ ബ്രൂൺ ചെയ്ത് ഓരോ കായ്ഫലം പറിച്ചതിന് ശേഷം അതായത് ഒരു സീസണിൽ ഒരു കായ്ഫലം പറിച്ചതിന് ശേഷം നല്ലപോലെ ബ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ ബ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ഈ കൊക്കോ ഫലം നമ്മളിപ്പോൾ പറിച്ചെടുത്തിരിക്കുകയാണ്. ഇതിൽ പിന്നെ ഈ നല്ലപോലെ തടിയിൽ സൂര്യപ്രകാശം ലഭിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് നല്ലപോലെ കായ്ഫലം ലഭിക്കുകയുള്ളൂ. ഇതുണ്ടല്ലോ, ഇത് ഏകദേശമൊക്കെ ഇത് നമ്മുടെ ഒരു ഹൈറ്റിലേക്ക് പൊക്കത്തിലേക്ക് കൂടുതൽ നമ്മൾ കടത്തി വിടുകയില്ല. അതിനപ്പുറം നമ്മൾ മണ്ടയിലേക്ക് വരുന്ന ദീർഘദൂര കമ്പുകളെല്ലാം വെട്ടി നല്ല തടിയും നല്ലപോലെ വെട്ടം കിട്ടുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നല്ലപോലെ വളരുള്ളൂ. ഇതെല്ലാം പാകമായ കൊക്കോയാണ്. ഇതിനൊരു സീസണില്ല. കൊക്കോ കായ്ക്കുക എല്ലാ സമയവും ഇങ്ങനെ കായ്ച്ചുകൊണ്ടേയിരിക്കും. നമ്മളതിനനുസരിച്ച് ഇതിൻ്റെ ഇടക്കമ്പുകളൊക്കെ മുറിച്ച് ഒരു 6 മാസം കൂടുമ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ നല്ലപോലെ ഫലപുഷ്ടമുള്ള കായ്കൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് പിന്നെ നമ്മൾ ചുവട്ടിൽ ഇങ്ങനെ വരുന്ന കിളിപ്പുകളെല്ലാം അടത്തി കൊടുക്കുക. ഇപ്പോഴും ഇത് കൊക്കോ ഉണക്കി കൊടുക്കുന്നതാണ് വളരെയധികം ലാഭകരം. നമുക്ക് ഓരോ കൊക്കോയൊക്കെ പഴുത്താൽ തന്നെ നമുക്കത് ഉണക്കി വിൽക്കാൻ സാധിക്കും.